DK ശിവകുമാർ CM ആയിരുന്നു കർണാടകയില്. അതെങ്ങനെ ശരിയാവും? 5 വർഷത്തേക്കിനല്ലേ ഒരാൾ CM ആവുന്നത്? കാരണം എവിടെ ആയാലും എന്ന് വെച്ചത് ഇപ്പൊ 2.5 വർഷത്തിൽ ഒരാൾ ഇറങ്ങിപ്പോയിട്ട് അടുത്ത ആൾ കയറാൻ പറ്റും? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവം ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. ഇന്റേണൽ പവർ ഷെയറിംഗ് ട്രാൻസിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മളിത് അറിയണമെങ്കിൽ അങ്ങ് 2024 മെയ്യിലേക്ക് പോകണം. അന്ന് കർണാടകയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഈ കർണാടകയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാൻഡിഡേറ്റിൽ 2 പേരാണ് DK ശിവകുമാറും സിദ്ധരാമയ്യയും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ജയിച്ചു. അതിനുശേഷം തന്നെ കോൺഗ്രസ് ജയിച്ചു. മൊത്തത്തിൽ കർണാടക കോൺഗ്രസിന്റെ അണ്ടറിലായി. ഇവിടെ സംഭവം എന്താണെന്നറിയോ? DK ശിവകുമാറിനും സിദ്ധരാമയ്യയ്ക്കും CM ആവാൻ ആഗ്രഹമുണ്ട്. നമ്മളിത് എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതേ പരിപാടിയാണ് നടന്നത്. മനസ്സിലായില്ലേ? കേരളത്തിൽ 3 പേർക്ക് CM ആവണമെന്ന് പറഞ്ഞാൽ അവിടെ 2 പേർക്ക് CM ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ നമ്മുടെ ഹൈക്കമാൻഡ് AICCയിലേക്ക് വിളിപ്പിക്കുകയാണ്. ഇവരെ 2 പേരെയും വിളിപ്പിച്ച് എന്തൊക്കെയോ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്ന് അവിടെ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് ഉണ്ടാവുകയാണ്. പക്ഷെ അതെന്താണ് അവിടെ സംസാരിച്ചതൊന്നും നമുക്കറിയില്ല. ഫൈനലി പറയുകയാണ് DK ശിവകുമാറിനെ ഡെപ്യൂട്ടി CM ആയിട്ടും സിദ്ധരാമയ്യെ CM ആയിട്ടും അപ്പോയിന്റ് ചെയ്തു വന്നു. ഓക്കെ, അപ്പോഴൊക്കെ ആളുകൾ പറയുന്ന റൂമറാണ്, മേ ബി ചിലപ്പോൾ ഒരു പവർ ഷെയറിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. 2.5 വർഷത്തിന് ശേഷം സിദ്ധരാമയ്യ സ്ഥാനം ഒഴിഞ്ഞിട്ട് ശിവകുമാറിന് സ്ഥാനം കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഉറപ്പോ കാര്യങ്ങളോ ഒന്നും ആര് തന്നില്ല? AICCന്നോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ലീഡേഴ്സും തന്നില്ല. പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അത് വിശ്വസിച്ചു. ചിലരൊക്കെ വിശ്വസിച്ചില്ല, ചിലരൊക്കെ പറഞ്ഞ റൂമറാണ്, കളയാൻ വിട്ടുകളയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫൈനലി 2.5 വർഷമൊക്കെ ആയി. അപ്പോഴത്തേക്കിനും കോൺഗ്രസിന്റെ DK ശിവകുമാറിനെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് വോട്ട് ചെയ്ത ആളുകൾക്കൊന്നും അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. കാരണം 2.5 വർഷമായി, സ്ഥാനം ഒഴിയാൻ സമയമായി. ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. എന്തോ ഒരു റൂമറിന്റെ ബേസിൽ അവരിങ്ങനെ പറയുകയാണ് സ്ഥാനം ഒഴിയാൻ സമയമായി. അങ്ങനെ ഇവർ പറഞ്ഞിട്ടൊന്നും ഒരു ശരിയാവുന്നില്ല. എന്നിട്ട് ഇവര് നേരെ പ്രൊട്ടസ്റ്റിലേക്ക് കടക്കുകയാണ്. അവർ സമരം ചെയ്യുകയാണ്. അങ്ങനെ കുറെ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇനി ഇങ്ങനെ പോയാൽ വിട്ടാൽ പറ്റത്തില്ല. ആന്റി ഇൻകംബൻസിക്ക് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഇവരിങ്ങനെ പാർട്ടിയിലെ ഒരു പവർ ട്രാൻസിഷൻ ചെയ്തതെന്നാണ് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ. അതായത് അടുത്ത വർഷം എന്ന് വെച്ചാൽ 2028 ഈ കോൺഗ്രസിന് സീറ്റുകൾ നേടി ജയിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പവർ മാറ്റം വേണം, ഒരു ചേഞ്ച് ഓഫ് ഗാർഡ് അവിടെ നടക്കണമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവർ ചേഞ്ച് ചെയ്യുന്നതെന്ന് ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ തന്നിട്ട് ഇക്കഴിഞ്ഞ മെയ്യിൽ അവർ ഒഫീഷ്യലി DK ശിവകുമാറിനെ CM ആയി അപ്പോയിന്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും സിദ്ധരാമയ്യ റിസൈൻ ആയി പോയി. DK ശിവകുമാറിനൊപ്പം 13 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പുള്ളി തെരഞ്ഞെടുത്തു. ബാക്കി എല്ലാ വകുപ്പുകളും പുള്ളിയുടെ അണ്ടറിലാണ്. ഇനി കുറച്ച് അഡീഷണൽ മിനിസ്റ്റേഴ്സിന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അതിനിപ്പോ 2026 ഇനിയിപ്പോ ജൂൺ 18 രാജ്യസഭയിൽ ഒരു ചെറിയൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അതിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി മുന്നോട്ട് പോകാമെന്നാണ് അവരുടെ തീരുമാനം. അപ്പം അങ്ങനെയാണ് കർണാടകയിൽ ഒരു പവർ ട്രാൻസിഷൻ നടന്നത്.